ഹായ് കൂട്ടുകാരെ, നമുക്കിവിടെ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുത്താലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 2 സബോള സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉണക്കച്ചെമ്മീനാണ്. ഇത് നമ്മൾ നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ശേഷം വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്, കാരണം പെട്ടെന്ന് നമുക്കൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റാം. നമുക്കതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് തക്കാളി ഒരെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ 1 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മിക്സിൻ്റെ ഒപ്പം ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു അര ഗ്ലാസ് അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്കത് വെന്തിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.